എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ജോയേട്ടാ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ആകെ പേടിച്ചുടാ, സംഭവം മറ്റാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇല്ലേ ഒരു തേങ്ങയില്ലേ, ഇത് ഓവർ സ്ട്രെയിൻഡാ. ഗ്രീനുവേ, ഓ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിന്റെ അടുത്ത് വെച്ച കണ്ടീഷൻ എന്താണെന്നറിയ നിനക്ക്? എന്തുട്ടാ മോളെ അനുവേ, നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിൽ ബാലൻസ് വേണട്ടാ. ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ്. ഈ ഡയലോഗ് കച്ചതും അവളുടെ മോന്ത കണ്ണം ബൾബായി. നിങ്ങളെ പോലെ നിങ്ങക്ക് പറ്റൂ ജോയേട്ടാ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് നാട്ടുകേസായി. ഓ ചോദിക്കാൻ മറന്നൂടാ, അതെന്താടാ പോയിട്ട്? പണ്ട് ജോയേട്ടൻ അനുസരിച്ചോട് പറഞ്ഞ പോലെ 1-2 ഡയലോഗുകൾ ഞാനും കാച്ചു നോക്കി. പേറ്റ് കാണുമല്ലോ. തേങ്ങയാണ്. കുട്ടി പേടിച്ച് കരച്ചിലായില്ലേ? കുട്ടിയുടെ അച്ഛന്റെ തല്ലിയിട്ടായിരുന്നു എന്റെ ഭാഗ്യം. സാരില്ലടാ, നിനക്കിനിയും ടൈം ഉണ്ടല്ലോ. ഗ്രീനുവേ, ഞാൻ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം എന്താണെന്നറിയ നിനക്ക്? എന്നിട്ടാ കുട്ടിയോള് വലുതാകുമ്പോ ജോയേട്ടനെ എങ്ങനായിരിക്കാല്ലേ? പോടാ പോത്തെ അവിടെ നിന്ന്. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനല്ലേ? നെവർ. പിന്നെന്തുട്ടാ ജോയേട്ടൻ തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാ, ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ലാച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. നമ്മള് സ്റ്റിൽ യങ്ങല്ലേ? അതേ മനസ്സിൽ വെച്ചാ മതി, അവിടെ ഛർദിക്കണ്ട, എടുത്ത് ചവിട്ടി കൂട്ടും. അനു മോളെ, ഒരു 200 ഉണ്ട് അതിന്റെ കയ്യില്. ലഡുവിന്റെ കാശ് കൊടുത്തിട്ടില്ലടി. എന്റെ ജോയേട്ടാ, ആരാടാ സുധാകരന? അല്ല, ഞാനാ ഗിരിയേച്ചി. എന്തുട്ട് എടുത്ത പരിപാടി? നീയായിരുന്ന ജോയി എന്താ ഈ നേരത്ത്? ഈ നേരത്തല്ലേ വക്കീലിനെ ഒന്ന് സ്വസ്ഥായിട്ട് കാണാൻ പറ്റുള്ളൂ. ആളോടെ? അവളൊരു സിനിമയ്ക്ക് പോയിട്ട് എപ്പം ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. ഒറ്റയ്ക്കാ? ഞാൻ പറഞ്ഞ കേക്കണ്ട എന്റെ ജോയിയെ. ഇവളൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാന്ന് വെച്ചാ ഒരെണ്ണത്തിന് അവൾക്ക് പിടിക്കില്ല. മോഡേൺ ടൈംസ് അല്ലേ ഗിരിയേച്ചി? വക്കീലിന് പറ്റിയൊരു ചുള്ളനെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. ഗിരിച്ച് താഴേക്ക് ഇറങ്ങിയ ഈ വയസ്സങ്കാലത്ത് ഇതിന്റെ മേളിൽ നിന്ന് പേരന്റ് താഴേക്ക് വീഴാത്തന്നെ കുറവേ ഉള്ളൂ. എന്റെ അമ്മേ, ഇത് പിടിക്ക്. വെറുതെ ഇരിക്കുമ്പോഴേ കൈനും കാലിനൊക്കെ ഒരു തരിപ്പ് എന്റെ ജോയിയെ. TV കണ്ടിരുന്നൂടെ? ഗിരിയേച്ചിയുടെ മന്ദാരപ്പൂവിന്റെ ടൈമല്ലേ ഇപ്പൊ? 8000 എപ്പിസോഡല്ലേ ആയുള്ളൂ. TV സീരിയല് കാണലൊക്കെ നിർത്തി. ഈ കാണിച്ചെന്നെ കാണിച്ച മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. ദേ, നിയമസഭയുള്ള സമയമാച്ചാ രാവിലെ ലൈവും കാണും. ചിരിച്ച് ചാവും എന്റെ ജോയിയെ. മുതലാളിയേ, വക്കീലേതോ സിനിമയ്ക്ക് പോയിരുന്നു പറഞ്ഞു. ഞാൻ സിനിമ കണ്ട കാലം മാറുന്നു എന്റെ ഗിരിയേച്ചി. പീസായിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കാറില്ലെന്ന് പറഞ്ഞേക്കമ്മേ. നമ്മുടെ കമ്പനി വളപ്പിലുണ്ടാക്കിയതാണ്. നോക്കിയേ, കേസ് വിധിയാകാത്തോണ്ട് കമ്പനിയിൽ ഇപ്പൊ ഇതൊക്കെ പരിപാടി. കീടനാശിനി അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് ആണ്ടാ. ഒന്ന് പാരന്റെ ഗിരിയേച്ചേ, ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ? വെൽത്ത് മാത്രം മതി എന്നാണ് വക്കീല് പറയണേ. നമ്മുടെ ജോയിയല്ലേ മോളെ? അമ്മ ഒന്ന് അകത്തേക്ക് പോയേ. അല്ല പിന്നെ എടുത്തോ, അതവിടെ വെച്ചാ മതി. ഇവളുടെ ഒരു കാര്യം ആകെ കഷ്ടകാലാണ് വക്കീലെ. എനിക്കും ആ കാട്ടളം തോമസ് കറക്റ്റ് ടൈമിന് കയറി വന്നോണ്ട് എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻകാരെ ആകെ അടഞ്ഞു. നന്നായി. ഒന്നിങ്ങോട്ട് നോക്കിയേ. അതെ, നാളെ വക്കീൽ കോടതിയിൽ ഹാജരാവണം. തരാനുള്ള ഫീസ് ഞാൻ ഉടനെ തരും. അതെന്റെ പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. എന്തിനാ? ജോയ് താക്കോൽക്കാരനല്ല, ജോയ് തട്ടിപ്പുകാരനാ. നീ നാട്ടുകാർ മുഴുവൻ പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ മാത്രം പറയരുതിട്ടാ. ഉണ്ടായിട്ട് തരാതിരിക്കണല്ലോ. വക്കീലിന് സമ്മതാച്ചാ ഒരു ഫിക്സഡ് ഫീസിന് പകരം പുണ്യാളൻ അഗർബത്തീസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാം. എന്നിട്ട് വേണം എന്റെ കുടുംബം പട്ടിണിയാവാൻ. നടക്കണ കാര്യം വല്ലതും പറ മുതലാളി. വക്കീൽ കൂട്ട് കത്തിച്ചു കളഞ്ഞ ഒന്നുമില്ല. നാളെ വക്കീല് കോടതിയിൽ ഹാജരായില്ലാച്ചാ നമ്മള് ആത്മഹത്യ ചെയ്യും. ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. ബട്ട് ഐ വിൽ ഡു. അതെ, നിങ്ങളെ കാണിക്കുന്നത് കംപ്ലീറ്റ് അടവാന്ന് എനിക്ക് അറിയാണ്ടല്ല. എന്നാലും നോക്കട്ടെ. അത് മതി, അത് കേട്ടാ മാത്രം മതി. പിന്നെ വക്കീലെ ഏത് സിനിമയ്ക്കാ പോയ? ഡ്രാക്കുളയാ? മുതലാളി ചെല്ല്. പോകുമ്പോ ഈ സഞ്ചിയും കൂടെ എടുത്തിട്ട് പോയിക്കോ. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിനെയും കൂടി കണക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഈ സൈസുള്ള കുറച്ച് കക്ഷികളെ കിട്ടിയ വക്കീൽ പണി എടുത്തു പോകും ഭേദം. സഞ്ചി എടുക്കാൻ മറക്കണ്ട. കേസ് നമ്പർ 301/279. വാദി ജോയ് താക്കോൽക്കാരൻ. പ്രതി
തൃശൂർ ദേവസ്വം പ്രസിഡന്റ് വടക്കേ വീട്ടിൽ രവീന്ദ്രൻ നായർ. ആ സുഖം തന്നെയല്ലേ താക്കോൽക്കാരാ? വലിയ കഷ്ടത്തിലാണ് യുവർ ഓണർ. ഇത്തവണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവണം. യുവർ ഓണർ, 2 വർഷം മുമ്പ് എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരന് ദേവസ്വത്തിന് ആവശ്യാനുസരണം ആനപ്പിണ്ടം എടുത്തോളാൻ പറഞ്ഞിട്ട് അന്നത്തെ കമ്മിറ്റി നൽകിയ പെർമിഷൻ ഓർഡറാണിത്. റീസബ്മിറ്റിംഗ് പ്ലീസ് യുവർ ഓണർ. ഈ പെർമിഷന്റെ പിൻബലത്തിൽ സാമാന്യം വലിയൊരു തുക ബാങ്ക് ലോണിന്റെ സഹായത്തോടുകൂടി എന്റെ കക്ഷി ജോയ് പുണ്യാളൻ അഗർബത്തീസ് ഉൽപ്പാദിപ്പിക്കാനായി ഫാക്ടറി പുതുക്കി പണിതു. അതിനുശേഷം വന്ന കമ്മിറ്റി പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെയാണ് പെർമിഷൻ റദ്ദാക്കിയത്. കാരണമുണ്ടോ യുവർ ഓണർ? അതെന്താ? പുണ്യാളൻ അഗർബത്തീസ് ഉണ്ടാക്കാൻ ഒരു മാപ്പിള ദേവസ്വത്തിന് ആനപ്പിണ്ടം കൊണ്ടുപോണത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. തന്നടുത്ത് ദൈവം എന്ന് പറഞ്ഞ കോടതിയിൽ മതം കൊണ്ടുവരല പ്രസിഡന്റ്. ഇത് ദൈവമൊന്നുമല്ല. ഈ നിൽക്കുന്ന ദേവസ്വം പ്രസിഡന്റ് രവിയേട്ടനാണ് എന്റെ പുണ്യാളൻ അഗർബത്തീസിന് ഇത്ര പോന്നപ്പോ ആരംഭിക്കണേ. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. അതൊന്ന് മാറ്റി വെക്കാൻ പറ്റ പാടറിയോ? ഞാൻ ഇതിന് മാത്രം എന്തുട്ടി തെറ്റാ ചെയ്തേ? കഴിഞ്ഞ 1.5 കൊല്ലായി ഈ കേസ് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കണം. ഇന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് ഞാൻ കെട്ടി തൂച്ചാവും. ഇവിടെ അല്ല, ഔട്ട്സൈഡ്. ബാക്ക് ടു ദ പോയിന്റ്. ഒരു ഇമീഡിയറ്റ് ഡേറ്റിൽ എന്റെ കക്ഷിക്ക് ദേവസ്വത്തിന് ആനപ്പിണ്ടം എടുക്കാനുള്ള വിധി ഉണ്ടാവണം യുവർ ഓണർ. അതല്ലെങ്കിൽ തത്തുല്യമായ ഒരു നഷ്ടപരിഹാരം ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന് കൈമാറാനായി ഉത്തരവുണ്ടാവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജെക്ഷൻ. വെറുതെ ഒബ്ജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പോയിന്റ് അല്ലേ ഇവര് പറയണേ? സംഭവം ഈ പഴയ ലെറ്റർ ദേവസ്വം ബോർഡിന്റെ തന്നെയല്ലേ? ഇത് പറയുന്ന പോലെ ഇയാൾക്ക് ആനപ്പിണ്ടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണോ? എന്റെ പട്ടി കൊടുക്കും. ആഹാ, കോടതിയോടെ അഹങ്കാരം. തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. അടുത്ത മാസം 5-ാം തീയതിക്ക് മുൻപേ ആദ്യത്തെ ലോഡ് ആനപ്പിണ്ടം ജോയ് താക്കോൽക്കാരന് കൈമാറാൻ ഇതോടെ ഈ കോടതി ഉത്തരവിടുന്നു. തുടർന്നുള്ള ഓരോ തിങ്കളാഴ്ചയും ജോയ്ക്ക് ദേവസ്വത്തിൽ നിന്നും ആനപ്പിണ്ടം കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ തീരുമാനം അത്. ഇവിടുത്തെ ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ താൻ ജയിലിൽ കിടക്കും. എന്റെ കോടതി കണ്ടോ ഇത്? നെക്സ്റ്റ് കേസ്.